ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവത്തിന്റെ വീട്ടിലാണ്, മറ്റാരുടെയുമല്ല, നമ്മുടെ ശ്രീജേഷിന്റെ വീട്ടിലാണ്. ശ്രീജേഷിന്റെ ഈ വളർച്ച ഒപ്പം നിന്ന് കണ്ട, അല്ലെങ്കിൽ അതിന് എല്ലാ പിന്തുണയും നൽകിയ ഒരു കൂട്ടം ആളുകൾക്കൊപ്പമാണ് നമ്മളിപ്പോൾ ചേരുന്നത്. ശ്രീജേഷിനൊപ്പം ജീവിരാജ സ്കൂൾ പഠിച്ച 2005 ബാച്ചിലെ +2 ബാച്ചിലെ ആളുകളാണ് ഈ എല്ലാം ഇരിക്കുന്നത്. നിങ്ങളെ ദൈവത്തെ കാണാൻ വന്നതാണോ? നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ഒരു ക്ലാസ്മേറ്റ് ഇത്രയും നിലയിൽ എത്തുകയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിനപ്പുറം ഒരു സന്തോഷം നമുക്ക് ലോകത്ത് വേറെ ഇല്ല. ഒത്തിരി പ്രതീക്ഷയോടെ ഹോക്കി പോയി, ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, അവൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് ഈ നിലയെത്തിയത്. ആ ഒരു എന്താ പറയുക, +1 മുതൽ തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എന്നും അഭിമാനം. നമ്മുടെ ശ്രീജേഷിന്റെ ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ പോകുമ്പോൾ ഒരു അഭിമാനമാണ്. ശ്രീജേഷ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോക്കിയിൽ ചേർന്നതെന്ന്. ശരീരം അനങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഗോൾ കീപ്പറും ആയെന്ന്. അതാണോ സത്യം? ആദ്യം ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടണം തന്നെ ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഉഴപ്പായിരുന്നു. കൂട്ടുകാർക്ക് മൊത്തം എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അല്ല, സത്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. ശ്രീജേഷിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ വർക്ക് ഒരു 5:30 വരെ ആണെങ്കിൽ 5:30 തൊട്ട് പ്രാക്ടീസ് നിർത്തി പോകാറാണ് പതിവ്. പക്ഷേ ശ്രീജേഷ് അങ്ങനെയല്ലായിരുന്നു. സന്ധ്യ വരെയും അവൻ നന്നായിട്ട് വർക്കൗട്ട്. അവൻ ഈ ലെവലിൽ എത്തിയത് അവൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഞാനും വളരെയേറെ അഭിമാനിക്കുന്നു. ശ്രീജേഷ് എൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയതോർത്ത് എനിക്ക് ജീവിരാജ പോയി അങ്ങനെ ശ്രീജേഷിനെ കാണാൻ പറ്റിയത്. ശ്രീജേഷ് എൻ്റെ കൂടെ പഠിക്കാൻ പറ്റിയതല്ലേ? ശ്രീജേഷിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശ്രീജേഷൊക്കെ വിളിച്ചു ചോദിക്കും, അങ്ങനെയൊക്കെ നിങ്ങളോടൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇടാറുണ്ടോ ടെൻഷനൊക്കെ വരുമ്പോൾ? യെസ്, ആക്റ്റീവാണ്. ഗ്രൂപ്പ് പൊതുവേ ആക്റ്റീവാണ്. ശ്രീജേഷ് ഇത്രയും വലിയൊരു നിലയിലെത്തിയിട്ടും ഇവൻ നമ്മുടെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഒളിമ്പിക്സ് അല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു നാഷണൽ മെഡൽ എന്നുള്ള ചിന്തയോടുകൂടി നമ്മളെല്ലാവരും എന്താ പറയുക, ജീവിരാജ എന്ന് പറഞ്ഞ സ്പോർട്സ് സ്കൂളിൽ നമ്മളെല്ലാവരും പോയത്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇതിൽ ഇത്രയും പേരിൽ ഒരാൾ ആയെന്നുള്ളത്, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരാളായെന്നുള്ളത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മളിപ്പം എത്ര ഉയരത്തിലെത്തിയാലും കളിക്കൂട്ടുകാരെ മറക്കില്ല എന്നുള്ളത് ആണല്ലോ ഇവിടെ കാണുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആത്മബന്ധമാണ്. കാരണം 12ാമത്തെ വയസ്സിൽ ഞങ്ങളെല്ലാവരും വീട് വിട്ട് ജീവിരാജ് സ്പോർട്സ് സ്കൂളിൽ പോയതാണ്. അന്ന് ആ ഒരു 5 വർഷം ചെറുപ്പകാലത്ത് ആരുമില്ലാതെ അച്ഛനമ്മ ഇല്ലാണ്ട് കിടന്നപ്പോൾ എന്താ പറയുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മൂട്ടയുടെ കടി കൊണ്ടും കൊതുകിൻ്റെ കടി കൊണ്ടും ഡോറില്ലാത്ത ബാത്റൂമിൽ പോയിട്ടൊക്കെ ഇരുന്ന് ജീവിച്ചവർ ഞങ്ങൾ. അപ്പം ആ ഒരു ആത്മബന്ധം ഒരിക്കലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കിട്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ആ ഒരു ബന്ധം എന്നും ജീവിതാവസാനം വരെ ഉണ്ടാവും. കളി കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഞാനവരെല്ലാം വിളിച്ചായിരുന്നു. എന്താ പറയുന്നത്, ബസ്സിലിരുന്നിട്ടാണ് തോന്നുന്നു വിളിച്ചത്. കളി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒളിമ്പിക്സിന് പോകുന്നതിന് മുമ്പേ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നമുക്ക് 17-ാം തീയതി ഗെറ്റ് ടുഗദർ വെക്കണം, ഈ ഒളിമ്പിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കളി നിർത്തുവാണ്. അപ്പം കളി തുടങ്ങിയത് ജീവിരാജ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കളി നിർത്തുമ്പോഴും അവരെൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജീവിരാജ സ്കൂളിൽ നിന്ന് ഹോക്കി സ്റ്റിക്ക് എടുത്ത് ഇന്ന് ഇന്ത്യയുടെ ആധുനിക ഹോക്കിയുടെ ദൈവമായിട്ട് വന്നപ്പോഴും ഒപ്പം നിർത്തുന്നത് ആ കളിക്കൂട്ടുകാരെയാണ്. അവരാണിന്ന് ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീജേഷ് പോവുകയാണ്. അതിനുള്ള എല്ലാ ആശംസകളുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? ഈ സന്തോഷ പ്രകടനമാണ് ശ്രീജേഷിൻ്റെ ശക്തി. ഇനിയും അങ്ങോട്ടുള്ളതും. മനോജ് മാളശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.